ഇന്നും ഖാസിം വലിയുല്ലാഹി തങ്ങളെ മക്കാമിൽ വെച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വേദനയില്ലാതെ പ്രസവി നടക്കുന്ന എത്ര വീട്ടുകാരുണ്ട്? ഇന്നും നിലനിൽക്കുന്നു. എന്റെ പെണ്ണുങ്ങൾ 6 പ്രസവിച്ചു, 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. സുഖമായിട്ട് പ്രസവം നടക്കണം. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവൾക്ക് ഗർഭമാണോ എന്ന് ഞാൻ ബേജാറായിട്ട് നടക്കലില്ല. ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകളൊക്കെ അവരുടെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്നു കണ്ടാ പറയും, അതെ മോൾക്ക് ഗർഭമാണ്, വല്ല ചെയ്ത്താൻ കൂടിയാൽ മതി. അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി. എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോഴത്തേനും ഒരു പരിശോധന, പിറ്റത്തെ മാസം പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധനയോട് പരിശോധന. അവസാനം പിന്നത്തെ പരിശോധന ഏതാന്ന് വെച്ചാൽ ഓരൊക്കെ കൈവെട്ടുകാണ് മെഡിക്കൽ കോളേജിൽ പിന്നെ പോയ അല്ലേ? അല്ലാഹു റബ്ബി. പ്രസവിച്ചാലും അങ്ങനെ തന്നെ. ആദ്യത്തെ ദിവസത്തെ മരുന്ന്, പിന്നെ ദിവസത്തെ മരുന്ന്, പിന്നെ ദിവസത്തെ മരുന്ന്. യാ അല്ലാഹ്, ഞാൻ എന്റെ കുട്ടിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ വെച്ച് തുള്ളി മരുന്നൊക്കെ കൊടുത്തിട്ടില്ല. ഇതൊന്നും തുള്ളിയൊന്നും അല്ല, ക്ലാസ്സിൽ തന്നെയാണ് കൊടുക്കലാണ്. എന്നിട്ടാ തുള്ളി അവനാന്റെ കുട്ടികളല്ലേ ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ കൊടുക്കലാണ്. അല്ലാഹു റബ്ബി. അപ്പൊ ഡോക്ടർക്ക് കഥ മനസ്സിലായി. എത്ര കുടുംബത്തിലെ അംഗങ്ങൾ സുബ്ഹാനല്ലാഹ്. നമ്മളെ മർക്കസിലെ മുദരിസുണ്ട് ചിയൂർ അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അനുജനുണ്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഞങ്ങൾ തുടങ്ങിയിട്ട് പോലെ എല്ലാവരും പെണ്ണുങ്ങളും 10, 12, 15 ഒക്കെ പ്രസവം ഒക്കെ വീട്ടിൽ നിന്നാ പ്രസവിക്കണം. ഇന്നും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കണം. എന്തേ? ഖാസിം വലിയുള്ള അവിടെ ലക്ഷദ്വീപിൽ വന്നിട്ട് അവിടുത്തെ ജനങ്ങൾ കണ്ണീർ കഴുത്തിൽ കഴിയുന്നത് ഏതിനു വേണ്ടിയാണ്? പ്രസവത്തിന്റെ വേദന കെട്ടിയിട്ട് വിഷമിച്ചിട്ട് അതിന് ശുശ്രൂഷിക്കാൻ ആളില്ല, പരിഹാരത്തിന് മാർഗമില്ല. അവിടെ ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് അവിടെയാണ് കാണിച്ചു.